കാണ്ടോ 1, ചാപ്റ്റർ 15-16. ചോദ്യം 1. വ്യാസമഹർഷി ശുഗനോട് ഭാഗവതം പഠിക്കാൻ പറയുന്നത് എന്തുകൊണ്ട്? അത്യന്തം വിസ്തൃതമല്ലാത്തതും വേദതുല്യവും ശുഭവുമായ പുരാണമാണ് ഈ ഭാഗവതം. 12 സ്കന്ധങ്ങളും 5 ലക്ഷണങ്ങളോട് കൂടിയതാണ്. മറ്റു പുരാണങ്ങൾക്കെല്ലാം ഭൂഷണവുമാണ് ഈ ഭാഗവതം. സത്ത് അസത്ത് എന്നിവയെക്കുറിച്ച് സ്ഥൂലവും സൂക്ഷ്മവുമായ അറിവ് ഭാഗവത ശ്രവണ മാത്രയിൽ തന്നെ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ചോദ്യം, ഏത് ശ്ലോകാർത്ഥത്തിലൂടെയാണ് ദേവി ഭാഗവതത്തെ പ്രകാശിപ്പിച്ചത്? ആരോട്? ഇക്കാണായതെല്ലാം ഞാൻ തന്നെയാണ്, നിത്യമായ മറ്റൊന്നും തന്നെയില്ല എന്ന് വിഷ്ണുവിനോട് ദേവി പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ദേവി ഭാഗവതം പ്രചരിച്ചത് എങ്ങനെ? ദ്വാപരയുഗത്തിൽ ദേവി ഭാഗവതം വിസ്തൃതമായി തീരും. ദ്വാപര അന്ത്യത്തിൽ വ്യാസൻ അത് വിസ്തരിച്ചു. കൃതയുഗത്തിൽ ഹിരണ്യഗർഭകൃതമായ വിസ്താരം ഉണ്ടായി എന്ന് 12 സ്കന്ധത്തിൽ പറയുന്നു. നാലാമത്തെ ചോദ്യം, ശ്രീ ശുഗനോടൊപ്പം ഭാഗവതം പഠിച്ചതാര്? ഉഗ്രസ്രവസ്. അഞ്ചാമത്തെ ചോദ്യം, സംശയ നിവൃത്തിക്കായി ആരെ കാണാനാണ് വ്യാസമഹർഷി ശ്രീ ശുഗനോട് ഉപദേശിക്കുന്നത്? ജനകൻ എന്ന വിദേഹ രാജാവിനെ കാണുവാനാണ് ശ്രീ ശുഗനോട് വ്യാസമഹർഷി ഉപദേശിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.